നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി ബാങ്കുകളിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷനാണ് ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് www.ibps.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിനോട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നോക്കുന്ന സമയത്ത് 7/6/2024 മുതൽ 27/6/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫീ പേയ്മെൻറ്റും ഈ ഒരു സെയിം ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എക്സാമിൻ്റെ കോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ജൂലൈ മാസത്തിലായിരിക്കും. ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ജൂലൈ 2024 കൂടി ഇതിൻ്റെ കോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. പ്രീ എക്സാം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ 22/7/2024 മുതൽ 27/7/2024 ഇടയിൽ നടക്കുന്നതാണ്. കോൾ ലെറ്റേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ ജൂലൈ ഓർ ഓഗസ്റ്റ് മാസമാണ് ഇതിൽ പറയുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന കോൾ ലെറ്റർ PETയുടെ പ്രീ എക്സാം ട്രെയിനിങ്ങിൻ്റെ കോൾ ലെറ്ററാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത്, ഒരു പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 2024 അതുപോലെ തന്നെ മെയിൻ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ കോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൻ എക്സാമിൻ്റെ സെപ്റ്റംബറിലായിരിക്കും. പ്രിലിമിനറിയുടേത് ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തിലായിരിക്കും. ആഗസ്റ്റ് ആദ്യ വാരത്തിലായിരിക്കും ഇതിൻ്റെ കോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നത് ഏജ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു വലിയ നോട്ടിഫിക്കേഷനാണ്, ഏതാണ്ട് 76ഓളം പേജുകൾ വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പം ഇതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ടെലഗ്രാമിൽ നമ്മൾ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഗ്രൂപ്പ് A പോസ്റ്റ് ഉണ്ട്, ഓഫീസേഴ്സ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് B ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റും ഉണ്ട്. മൾട്ടി പർപ്പസിലേക്കാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് കേരളത്തിലാണെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഇതിൽ ഒഴിവുകളുണ്ട്, അതിൻ്റെയൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ RRB നോക്കുന്ന സമയത്ത് ഇതിൽ മലപ്പുറം ജില്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ മലപ്പുറത്ത് ഒഴിവുകളുണ്ട്. മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് കേരള. നിങ്ങൾക്ക് അറിയേണ്ടത് മലയാളം അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മലയാളം ഒരു ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ എഴുതാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കുന്ന സമയത്ത് ഗ്രൂപ്പ് A പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ്, ഗ്രൂപ്പ് B പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് മൾട്ടി പർപ്പസ്. 18 to 28 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 2/6/1996 1/6/2006 രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. ഗ്രൂപ്പ് A ഓഫീസർ നോക്കുന്ന സമയത്ത് ഓഫീസ് സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ 18 to 30 വയസ്സാണ്. മാനേജർ പോസ്റ്റ് ആണെങ്കിൽ 21 to 32 വയസ്സാണ്. സീനിയർ മാനേജർ ആണെങ്കിൽ 21 to 40 വയസ്സാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡേറ്റ് കണക്കാക്കുന്നത് 3/6/1994 31/5/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അസിസ്റ്റൻറ്റ് മാനേജർ ആണ് എങ്കിൽ 3/6/1992 31/5/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സീനിയർ മാനേജർ ആണെങ്കിൽ 3/6/1984 31/5/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതോടൊപ്പം SC ST OBC അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതൊക്കെ സാധാരണ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി, അതായത് മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെയുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. കമ്പ്യൂട്ടറിനകത്തുള്ള നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ നോക്കിയിരുന്നു കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് ഒഴിവുകളുണ്ട്. അതിൽ നമുക്ക് മലയാളമാണ് മെയിനായിട്ട് അറിയേണ്ടത്. നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള
സംസ്ഥാനത്തെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ എക്സ്പീരിയൻസിൻ്റെ പോസ്റ്റ് ഇവിടെ നില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ആവശ്യമായിട്ടില്ല. അസിസ്റ്റൻറ്റ് മാനേജറിലേക്കും എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ്. അതോടൊപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ കൂടി പ്രിഫറൻസ് ആണ്. അതായത് ഇപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതായത് ഇക്വലൻ്റ് ആയിട്ട് അവർ പറയുന്നത് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ ഏതെങ്കിലും ഒരു അക്കൗണ്ടൻസിയിലോ ഏതെങ്കിലും ഒന്നിലൊക്കെയുള്ള ഡിഗ്രി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് മാനേജർ പോസ്റ്റാണ്. അതിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 2 ഇയർ എക്സ്പീരിയൻസ് ആസ് ഓഫീസർ ഇൻ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് അതിൻ്റെയും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പം അടുത്ത ഓഫീസർ സ്കെയിൽ 2 മാനേജർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് അതിലേക്കും ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ലോ ഓഫീസർ തുടങ്ങിയ സപ്പോസ്റ്റാണ്. അതിലേക്കും ഡിഗ്രി തന്നെയാണ് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത്. ലോ ഓഫീസർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ലോയിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ CA നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനോടൊപ്പം ഇതിലേക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്യുക. അടുത്തത് സീനിയർ മാനേജർ ആണ് എങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, അതുപോലെ ഇപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതോടൊപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫീ അടക്കേണ്ടതായിട്ടുണ്ട്. ഓഫീസർ പോസ്റ്റിലേക്കാണെങ്കിൽ സ്കെയിൽ 1, 2, 3ലേക്കാണെങ്കിൽ 175 രൂപയാണ് നിങ്ങൾ ഫീ ആയിട്ട് അടക്കേണ്ടി വരിക. അതോടൊപ്പം ഇതിലേക്ക് GST കാര്യങ്ങളൊക്കെ വരുന്നതാണ്. SC, ST, PWBD കാൻഡിഡേറ്റ്സിന് ആണ് ഈ 175 രൂപ ഫീ വരുന്നത്. 850 രൂപ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് URനും OBCക്കൊക്കെ അതുപോലെ EWS കാൻഡിഡേറ്റ്സിനൊക്കെ 850 രൂപയാണ് ഫീ ആയിട്ട് വരിക. ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് പോസ്റ്റിലേക്കാണ് എങ്കിൽ സെയിം തന്നെയാണ്, 850 രൂപയാണ് ഫീ ആയിട്ട് വരിക. ബാക്കിയുള്ളവർക്ക് 175 രൂപയാണ് എക്സാം ഫീ ആയിട്ട് വരിക. ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ ആ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ 3 ഭാഷകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെയും 2 പോസ്റ്റിൻ്റെയും സിലബസും കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം ഒഴിവുകൾ മൊത്തമായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം വലിയൊരു നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.